അധ്യായം 105 അൽ-ഫീൽ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 5. നാമം. പ്രഥമ സൂക്തത്തിൽ തന്നെയുള്ള അസ്ഹാബുൽ ഫീൽ എന്ന വാക്കിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതാണ് സൂറയുടെ നാമം. അവതരണകാലം. ഈ സൂറ മക്കയിൽ അവതരിച്ചതാണെന്ന കാര്യം ഏകകണ്ഠമാകുന്നു. ചരിത്ര പശ്ചാത്തലം മുന്നിൽ വെച്ച് പരിശോധിച്ചു നോക്കിയാൽ മക്കയിലെ ആദ്യ നാളുകളിലായിരിക്കണം ഇതിന്റെ അവതരണമെന്ന് മനസ്സിലാകുന്നതാണ്. ചരിത്ര പശ്ചാത്തലം. യമനിലെ ജൂതരാജാവായിരുന്ന ദൂനുവാസ് നജ്റാനിലെ ക്രിസ്ത്യാനികളുടെ നേരെ അതിക്രമം നടത്തി. അതിന് പ്രതികാരമായി അബിസീനിയയിലെ ക്രൈസ്തവ സാമ്രാജ്യം യമനെ ആക്രമിക്കുകയും ഹിംയരി ഭരണകൂടത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു. ക്രിസ്ത്വബ്ദം 525 ഈ പ്രദേശത്താകമാനം അബിസീനിയൻ ആധിപത്യം സ്ഥാപിതമായി. ഇതെല്ലാമുണ്ടായത് കോൺസ്റ്റാന്റിനോപ്പിളിലെ റോമ സാമ്രാജ്യത്തിന്റെയും അബിസീനിയൻ ഭരണകൂടത്തിന്റെയും സഹകരണത്തോടെയാണ്. അബിസീനിയയ്ക്ക് അന്ന് പറയത്തക്ക നാവികപ്പടയുണ്ടായിരുന്നില്ല. റോം കപ്പലുകൾ അയച്ചുകൊടുത്തു. അതുവഴി അബിസീനിയ തങ്ങളുടെ 70,000 ഭടന്മാരെ യമൻ തീരത്തിറക്കി. ഇതൊക്കെ നടന്നത് മതവികാരം കൊണ്ട് മാത്രമല്ല, രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപര്യങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അബിസീനിയൻ സൈന്യത്തിന്റെ യമൻ ആക്രമണത്തെ അറേബ്യൻ ചരിത്രകാരന്മാർ വ്യത്യസ്ത രീതിയിലാണ് വിവരിച്ചത്. ഹാഫിൽ ഇബ്നു കസീർ എഴുതുന്നു, ഈ ആക്രമണം 2 സൈനിക നായകന്മാരുടെ നേതൃത്വത്തിലായിരുന്നു. ഒന്ന് അറിയാത്ത്, 2 അബ്രഹത്ത്. ഇവരിരുവരും തമ്മിലുണ്ടായ ഒരു കലഹത്തെ തുടർന്ന് അറിയാത്ത് കൊല്ലപ്പെടുകയും അബ്രഹത്ത് അധികാരം കൈയടക്കുകയും ചെയ്തു. തന്നെ യമനിലെ പ്രതിപുരുഷനായി നിശ്ചയിക്കാൻ അബ്രഹത്ത് അബിസീനിയൻ ചക്രവർത്തിയെക്കൊണ്ട് സമ്മതിപ്പിച്ചു. എന്നാൽ യവന ചരിത്രകാരന്മാരുടെയും സുറിയാനി ചരിത്രകാരന്മാരുടെയും അഭിപ്രായത്തിൽ കഥ മറ്റൊന്നാണ്. യമൻ ജയിച്ചടക്കിയ ശേഷം അബിസീനിയൻ സൈന്യം അബ്രഹത്തിനെ അദ്ദേഹത്തിന്റെ യുദ്ധസാമർഥ്യം കണക്കിലെടുത്ത് യമനിലെ ഗവർണറാക്കി. എന്നാൽ അബിസീനിയൻ ചക്രവർത്തി ഇതിനെ എതിർത്തുകൊണ്ട് അബ്രഹത്തിനെ ശിക്ഷിക്കാൻ സൈന്യങ്ങളെ അയച്ചു. ആ സൈന്യങ്ങൾ ഒന്നുകിൽ അബ്രഹത്തിന്റെ പക്ഷം ചേർന്നു, അല്ലെങ്കിൽ അയാൾ അവരെ തോൽപ്പിച്ചോടിച്ചു. ഒടുവിൽ അബിസീനിയൻ ചക്രവർത്തിയുടെ മരണശേഷം വന്ന പിൻഗാമി അയാളെ അബിസീനിയയിൽ നിന്നുള്ള യമൻ ഗവർണറായി അംഗീകരിക്കുകയായിരുന്നു. ഈ മനുഷ്യൻ ക്രമേണയായി യമനിൽ പരമാധികാരമുള്ള രാജാവായി തീർന്നു. എങ്കിലും അബിസീനിയൻ ചക്രവർത്തിയുടെ നാമമാത്ര മേൽക്കോയ്മ അംഗീകരിച്ചിരുന്നു. യമനിൽ സ്വന്തം അധികാരം ഭദ്രമാക്കിയ ശേഷം അബ്രഹത്ത് നേരത്തെ റോമാ സാമ്രാജ്യവും സഖ്യകക്ഷിയായ ക്രൈസ്തവ അബിസീനിയയും ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്ന ദൌത്യത്തിലേക്ക് നീങ്ങി. അറേബ്യയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും റോമൻ അധിനിവിഷ്ട പ്രദേശങ്ങളും പൗരസ്ത്യ നാടുകളും തമ്മിലുള്ള വ്യാപാരത്തിന്റെ നിയന്ത്രണം അറബികളിൽ നിന്ന് പിടിച്ചെടുക്കുകയുമായിരുന്നു അത്. ഈ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് അബ്രഹത്ത് യമനിന്റെ തലസ്ഥാനമായ സ്വൻആയിൽ ഗംഭീരമായ ഒരു ചർച്ച് പണിതു. അതിന്റെ പണി പൂർത്തിയായപ്പോൾ അബ്രഹത്ത് അബിസീനിയൻ ചക്രവർത്തിക്ക് എഴുതി, അറബികളുടെ തീർത്ഥാടനം ഞാൻ കഅബയിൽ നിന്ന് ഈ ചർച്ചിലേക്ക് മാറ്റുക തന്നെ ചെയ്യും. ഈ വിളംബരത്തിൽ രോഷാകുലനായ ഒരു അറബി ചർച്ചിൽ നുഴഞ്ഞുകയറി മലവിസർജനം ചെയ്തു. അത് ചെയ്തത് ഒരു ഖുറൈശിയായിരുന്നുവെന്ന് ഇബ്നു കസീർ പ്രസ്താവിച്ചിട്ടുണ്ട്. ചില ഖുറൈശി യുവാക്കൾ ചേർന്ന് ചർച്ചിന് തീവച്ചു എന്നാണ് മുഖാത്തിൽ ഇബ്നു സുലൈമാന്റെ നിവേദനം. ഇപ്പറഞ്ഞതിൽ ഏത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത്ഭുതത്തിന് അവകാശമില്ല. കാരണം അബ്രഹത്തിന്റെ വിളംബരം വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നതായിരുന്നു. പൗരാണിക ജാഹിലി കാലത്ത് ഏതെങ്കിലും അറബിയോ ഖുറൈശിയോ ചില ഖുറൈശി യുവാക്കളോ അതിൽ പ്രകോപിതരായി ചർച്ച് മലിനപ്പെടുത്തുകയോ തീ വയ്ക്കുകയോ ചെയ്യുന്നത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മക്കയെ ആക്രമിക്കുന്നതിന് അവസരം സൃഷ്ടിക്കാൻ വേണ്ടി അബ്രഹത്ത് തന്നെ വല്ലവരെയും അങ്ങനെ ചെയ്യാൻ രഹസ്യമായി ഏർപ്പെടുത്തിയതുമാവാം. ഈ സംഭവത്തിന് ശേഷം അബ്രഹത്ത് 60,000 ഭടന്മാരും 13 ഗജവും അടങ്ങുന്ന ഒരു സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെട്ടു. വഴിക്ക് വെച്ച് യമനിലെ ദൂനഫുർ എന്നു പേരായ പ്രമാണി അറബികളുടെ ഒരു പട സംഘടിപ്പിച്ച് അബ്രഹത്തിനെ തടഞ്ഞുവെങ്കിലും സൈന്യം അവരെ തോൽപ്പിച്ചു തടവിലാക്കുകയാണുണ്ടായത്. പിന്നീട് ഖശ്അം പ്രദേശത്ത് വെച്ച് ഖശ്അ ഗോത്രം അവരുടെ തലവനായ നുഫൈൽ ഇബ്നു ഹബീബിന്റെ നേതൃത്വത്തിൽ അവരെ നേരിട്ടു. അവരും തോൽപ്പിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. നുഫൈലിന് ആത്മരക്ഷാർത്ഥം അബ്രഹത്തിന്റെ സേനയെ വഴികാട്ടിയായി സേവിച്ചുകൊള്ളാമെന്ന് സമ്മതിക്കേണ്ടിയും വന്നു. അബ്രഹത്തും സേനയും ത്വായിഫിനടുത്തെത്തിയപ്പോൾ ഇത്ര വിപുലമായ ഒരു പടയെ നേരിടാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് സഖീഫ് ഗോത്രത്തിന് തോന്നി. സ്വന്തം ദൈവമായ ലാത്തിന്റെ ക്ഷേത്രവും അബ്രഹത്ത് തകർത്തു കളയുമോ എന്ന ഭീതിയിലായിരുന്നു അവർ.
അതുകൊണ്ട് അവരുടെ ഗോത്രത്തലവനായ മസ്ഊദ് ഒരു പ്രതിനിധി സംഘവുമായി അബ്രഹത്തിനെ സന്ദർശിച്ചു. അവർ അബ്രഹത്തിനോട് പറഞ്ഞു, അങ്ങ് തകർക്കാൻ പുറപ്പെട്ടിട്ടുള്ള മന്ദിരം ഞങ്ങളുടെ ക്ഷേത്രമല്ല, അതങ്ങ് മക്കയിലാണ്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ക്ഷേത്രത്തെ ഒഴിവാക്കണം. മക്കയിലേക്ക് അങ്ങയെ വഴി കാണിക്കാൻ ഞങ്ങൾ വഴികാട്ടിയെ അയച്ചു തരാം. അബ്രഹത്ത് അത് അംഗീകരിച്ചു. സഖീഫ് ഗോത്രം അബൂരിഗാൽ എന്നു പേരുള്ള ഒരാളെ അവർക്കൊപ്പം അയച്ചു കൊടുക്കുകയും ചെയ്തു. മക്കയുടെ 3 നാഴിക അടുത്തെത്തിയപ്പോൾ അൽ മുഹമ്മസ് എന്ന സ്ഥലത്ത് വെച്ച് അബൂരിഗാൽ മരണപ്പെട്ടു. അറബികൾ വളരെ കാലത്തോളം അയാളുടെ ഖബറിന്മേൽ കല്ലെറിയാറുണ്ടായിരുന്നു. ലാത്തിന്റെ ക്ഷേത്രം രക്ഷിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ മന്ദിരം തകർക്കാൻ പിന്തുണച്ചവരെന്ന നിലയ്ക്ക് സഖീഫ് ഗോത്രവും ഏറെക്കാലം ആക്ഷേപിക്കപ്പെട്ടു. മുഹമ്മിസിൽ നിന്ന് അബ്രഹത്ത് തന്റെ മുന്നണി സേനയെ മുമ്പോട്ട് നയിച്ചു. അവർ തിഹാമക്കാരുടെയും ഖുറൈശികളുടെയും ധാരാളം കാലികളെ കൊള്ളയടിച്ചു. അക്കൂട്ടത്തിൽ നബി തിരുമേനിയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളുമുണ്ടായിരുന്നു. അനന്തരം അയാൾ ഒരു ദൂതനെ മക്കയിലേക്ക് അയച്ചു. ദൂതന്റെ വശം മക്കാവാസികൾക്കുള്ള സന്ദേശം ഇതായിരുന്നു: നാം നിങ്ങളോട് യുദ്ധം ചെയ്യാനല്ല വന്നത്, ഈ കഅബ പൊളിച്ചു കളയാനാണ് നാം വന്നത്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവനും ധനത്തിനും ഒരാപത്തുമുണ്ടാവില്ല. മക്കക്കാർക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അതിന് അവരുടെ നേതാക്കളെ തന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അബ്രഹത്ത് ദൂതനോട് നിർദ്ദേശിച്ചിരുന്നു. അന്ന് മക്കയിലെ ഏറ്റവും മുഖ്യനായ നേതാവ് അബ്ദുൽ മുത്തലിബായിരുന്നു. ദൂതൻ അദ്ദേഹത്തെ സന്ദർശിച്ച് അബ്രഹത്തിന്റെ സന്ദേശം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, അബ്രഹത്തിനോട് പടപൊരുതാൻ ഞങ്ങൾക്ക് ത്രാണിയില്ല. ഇത് അള്ളാഹുവിന്റെ ഗേഹമാണ്. അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ ഗേഹം രക്ഷിച്ചുകൊള്ളും. ദൂതൻ പറഞ്ഞു, അങ്ങ് എന്നോടൊപ്പം അബ്രഹത്തിന്റെ സന്നിധിയിലേക്ക് വരണം. അദ്ദേഹം അത് സമ്മതിച്ച് ദൂതനോടൊപ്പം പോയി. അബ്ദുൽ മുത്തലിബ് വളരെ തേജസ്വിയും ഗംഭീരനുമായ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അബ്രഹത്തിന് വലിയ മതിപ്പ് തോന്നി. അയാൾ സ്വന്തം സിംഹാസനത്തിൽ നിന്നിറങ്ങി വന്നു അബ്ദുൽ മുത്തലിബിനോടൊപ്പം ഇരുന്നു. അനന്തരം അയാൾ ചോദിച്ചു, താങ്കൾക്ക് എന്താണ് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, അങ്ങ് പിടിച്ചെടുത്ത എന്റെ ഒട്ടകങ്ങളെ തിരിച്ചു തരേണം. അബ്രഹത്ത് പറഞ്ഞു, താങ്കളെ കണ്ടപ്പോൾ എനിക്ക് വലിയ മതിപ്പ് തോന്നി. പക്ഷെ ഈ വർത്തമാനം താങ്കളെ എന്റെ കണ്ണിൽ വളരെ താഴ്ത്തിക്കളഞ്ഞു. താങ്കൾ താങ്കളുടെ ഒട്ടകത്തെയാണ് ചോദിക്കുന്നത്. താങ്കളുടെയും താങ്കളുടെ പൂർവ്വപിതാക്കളുടെയും മതത്തിന്റെ ആധാരമായ ഈ മന്ദിരത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ എന്റെ ഒട്ടകത്തിന്റെ മാത്രം ഉടമയാണ്. അതിന്റെ കാര്യമാണ് ഞാൻ താങ്കളോട് അപേക്ഷിക്കുന്നത്. ഈ മന്ദിരമാകട്ടെ അതിന്റെ ഉടമസ്ഥൻ റബ്ബാകുന്നു. അതിന്റെ രക്ഷ അവൻ തന്നെ ചെയ്തുകൊള്ളും. അവന് എന്നിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്നായിരുന്നു അബ്രഹത്തിന്റെ മറുപടി. അത് നിങ്ങളുടെയും അവന്റെയും കാര്യം എന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് എഴുന്നേറ്റ് പോന്നു. അദ്ദേഹത്തിന് തന്റെ ഒട്ടകങ്ങൾ തിരിച്ചു കിട്ടി. മക്കയും പരിസര ഗോത്രങ്ങളും ഇത്ര വിപുലമായ ഒരു പടയോട് പൊരുതി കഅബയെ രക്ഷിക്കാൻ ശക്തമായിരുന്നില്ല. അതുകൊണ്ട് ഖുറൈശികൾ അബ്രഹത്തിനെ ചെറുക്കാൻ ശ്രമിക്കാതിരുന്നത് മനസ്സിലാക്കാവുന്നതാണ്. അബ്രഹത്തിന്റെ സൈനിക പാളയത്തിൽ നിന്ന് തിരിച്ചെത്തിയ അബ്ദുൽ മുത്തലിബ് ഖുറൈശികളോട് പ്രസ്താവിച്ചു, കുടുംബത്തെയും കുട്ടികളെയും കൂട്ടി മലകളിലേക്ക് പോകുവിൻ. അവർ കൂട്ടക്കൊലയ്ക്കിരയാവാതിരിക്കട്ടെ. അനന്തരം അദ്ദേഹവും ഏതാനും ഖുറൈശി പ്രമാണിമാരും ചേർന്ന് ഹറമിലെത്തി. കഅബയുടെ കവാടത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അവൻ തന്റെ മന്ദിരത്തിനും അതിന്റെ പരിചാരകർക്കും രക്ഷ വരുത്തേണമെന്ന്. അന്ന് കഅബയ്ക്കകത്ത് 360 വിഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ നിർണായക ഘട്ടത്തിൽ അവർ അവയെയെല്ലാം മറന്ന് അള്ളാഹുവിനു നേരെ മാത്രമാണ് കൈനീട്ടിയത്. അടുത്ത ദിവസം അബ്രഹത്തും കൂട്ടരും മക്കയിൽ പ്രവേശിക്കുന്നതിനായി എത്തി. പക്ഷേ മുന്നേറിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ മഹ്മൂദ് എന്നു പേരുള്ള വിശേഷപ്പെട്ട പടയാന പെട്ടെന്ന് ഇരുന്നു കളഞ്ഞു. വളരെയേറെ അടിച്ചും കുത്തിയും തോട്ടിക്കൊളുത്തി വലിച്ചുമൊക്കെ ശ്രമിച്ചു നോക്കിയെങ്കിലും ആനയ്ക്ക് മുറിവേറ്റതല്ലാതെ അത് അനങ്ങാൻ കൂട്ടാക്കിയില്ല. അതിനെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും തെളിക്കുമ്പോഴൊക്കെ അത് ഓടിത്തുടങ്ങും. എന്നാൽ മക്കയുടെ ദിശയിലേക്ക് തെളിച്ചാൽ ഇരുന്നു കളയും. എന്തു ചെയ്താലും നടക്കാൻ കൂട്ടാക്കില്ല. ഈ ഘട്ടത്തിൽ പറവകൾ കൂട്ടം കൂട്ടമായി അവയുടെ കൊക്കുകളിലും കാലുകളിലും ചരൽ കല്ലുകളുമേന്തി പറന്നെത്തി. അവ ആ കല്ലുകൾ ഈ സൈന്യത്തിനു മീതെ വർഷിച്ചു. ആ കല്ല് കൊണ്ടവരുടെയെല്ലാം ശരീരം അളിയാൻ തുടങ്ങി. മുഹമ്മദ് ബിൻ ഇസ്ഹാഖും ഇക്രിമയും നിവേദനം ചെയ്യുന്നു, അത് വസൂരിയായിരുന്നു. അറബ് നാട്ടിൽ ആദ്യമായി വസൂരി കാണപ്പെട്ടത് ആ വർഷമായിരുന്നു. ഇബ്നു അബ്ബാസ് പറയുന്നു,
ആ കല്ല് കൊള്ളുന്നവർക്ക് അസഹ്യമായ ചൊറിച്ചിലുണ്ടാവുകയും ചൊറിഞ്ഞു ചൊറിഞ്ഞ് ശരീരം പൊട്ടിപ്പൊളിഞ്ഞ് മാംസം ഉതിർന്നു പോയി തുടങ്ങുകയും ചെയ്തു. ഇബ്നു അബ്ബാസിന്റെയും മറ്റും നിവേദനം ഇങ്ങനെയാണ്: മാംസവും രക്തവും വെള്ളം പോലെ ഒഴുകിപ്പോയി അസ്ഥികൾ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. അബ്രഹത്തിനും ഈ യാതനയുണ്ടായി. അയാളുടെ ദേഹം കഷ്ണം കഷ്ണമായി വീഴുകയായിരുന്നു. അതിന്റെ കഷ്ണങ്ങൾ വീണെടുത്ത് ദുർനീരും ചീഞ്ചലവും ഒഴുകിയിരുന്നു. അവർ സംഭ്രാന്തരായി യമനിലേക്ക് തിരിച്ചോടാൻ തുടങ്ങി. വഴികാട്ടിയായി കശ്അമിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന നുഫൈൽ ബിൻ ഹബീബിനെ തെരഞ്ഞുപിടിച്ച് തിരിച്ചു പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അതിന് വിസമ്മതിച്ചുകൊണ്ട് ഇപ്രകാരം പാടുകയാണ് ചെയ്തത്: ദൈവം പിന്തുടർന്നുകൊണ്ടിരിക്കെ ഇനി നിങ്ങൾ എങ്ങോട്ടോടാനാണ്? മുറിമൂക്കൻ അബ്രഹത്ത് ഇപ്പോൾ ജയിക്കപ്പെട്ടവനാണ്, ജേതാവല്ല. ഈ നെട്ടോട്ടത്തിൽ അവർ അവിടവിടെ വീണു മരിച്ചുകൊണ്ടിരുന്നു. അത്വാഉ ഇബ്നു യസാർ പറയുന്നു: എല്ലാവരും ഒരേ സമയത്തല്ല നശിച്ചത്. ചിലർ അവിടെ തന്നെ മരിച്ചു, ചിലർ ഓടിപ്പോകുമ്പോൾ വഴിയിൽ അങ്ങിങ്ങ് മരിച്ചു വീണു. കശ്അം പ്രദേശത്തെത്തിയപ്പോൾ അബ്രഹത്തും മരിച്ചു. 3-4 വർഷത്തിനകം യമനിലെ അബിസീനിയൻ ആധിപത്യം തന്നെ അവസാനിക്കുകയും ചെയ്തു. ഈ സംഭവത്തിനു ശേഷം യമനിൽ അവരുടെ ശക്തി തീരെ ക്ഷയിച്ചു പോയതായി ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. യമനി നേതാക്കൾ അങ്ങിങ്ങ് കലാപക്കൊടിയുയർത്തി. പിന്നെ സൈഫ് ബിനു ദീയസൻ എന്നു പേരായ ഒരു യമൻ നേതാവ് ഇറാൻ ചക്രവർത്തിയോട് സഹായം തേടുകയും ഇറാൻ 1000 ഭടന്മാരെയും 6 കപ്പലുകളും അയച്ചു കൊടുക്കുകയും ചെയ്തു. യമനിലെ അബിസീനിയൻ ഭരണകൂടത്തെ തകർക്കാൻ അതുതന്നെ മതിയായിരുന്നു. ക്രിസ്തുഅബ്ദം 575 ഈ സംഭവം നടന്നത്. അറേബ്യയിലെങ്ങും പ്രസിദ്ധമായ മഹാസംഭവമാണിത്. നിരവധി കവികൾ അത് തങ്ങളുടെ കവിതകൾക്ക് പ്രമേയമാക്കിയിട്ടുണ്ട്. എല്ലാവരും ആ സംഭവത്തെ അള്ളാഹുവിന്റെ കഴിവിന്റെ അത്ഭുതമായി കരുതി എന്നതാണ് ആ കവിതകളിൽ മുഴച്ചു കാണുന്ന സംഗതി. കഅബയിൽ പൂജിക്കപ്പെട്ടുകൊണ്ടിരുന്ന വിഗ്രഹങ്ങൾക്ക് അതിൽ വല്ല കൈയുമുണ്ടായിരുന്നതായി എവിടെയും സൂചിപ്പിക്കുകയോ ധ്വനിപ്പിക്കുകയോ പോലും ചെയ്യുന്നില്ല. ഈ സംഭവം നടന്ന ആണ്ടിനെ അറബികൾ ഗജവർഷം എന്ന് വിളിക്കുന്നു. അതേ വർഷം തന്നെയാണ് റസൂൽ തിരുമേനിയുടെ ജനനമുണ്ടായതും. ആനപ്പട സംഭവം നടന്നത് മുഹറം മാസത്തിലും തിരുമേനിയുടെ ജനനമുണ്ടായത് റബീഉൽ അവൽ മാസത്തിലുമാണെന്നതിൽ ചരിത്രകാരന്മാരും ഹദീസ് വിശാരദന്മാരും ഏറെക്കുറെ യോജിച്ചിട്ടുണ്ട്. ആനപ്പട സംഭവം നടന്ന് 50 ദിവസത്തിനു ശേഷമാണ് പ്രവാചക ജനനമുണ്ടായതെന്നത്രേ അധിക പേരും പറയുന്നത്. വചനലക്ഷ്യം. ഈ ചരിത്ര വിവരങ്ങൾ മുന്നിൽ വെച്ച് സൂറ അൽ ഫീൽ പഠിച്ചു നോക്കിയാൽ അള്ളാഹു ഈ സൂറയിൽ ഇത്ര സംക്ഷിപ്തമായി ആനപ്പടയ്ക്ക് ലഭിച്ച ദൈവശിക്ഷയെ മാത്രം പരാമർശിച്ച് മതിയാക്കിയതെന്തുകൊണ്ടാണെന്ന് നന്നായി മനസ്സിലാക്കാം. സംഭവം ഏറെ പുരാതനമായിരുന്നില്ല. മക്കയിലെ കുട്ടികൾക്ക് പോലും അതറിയാമായിരുന്നു. അറബികൾക്ക് പൊതുവിൽ അത് സുപരിചിതവുമായിരുന്നു. അബ്രഹത്തിന്റെ ആക്രമണത്തിൽ നിന്ന് കഅബയെ രക്ഷിച്ചത് ഏതെങ്കിലും ദേവനോ ദേവിയോ അല്ലെന്നും അള്ളാഹു മാത്രമാണെന്നും അറബികളെല്ലാം സമ്മതിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുവിനോട് തന്നെയായിരുന്നു ഖുറൈശി പ്രമാണിമാർ സഹായം തേടി പ്രാർത്ഥിച്ചത്. കുറച്ചു കൊല്ലങ്ങളോളം ഈ സംഭവത്താൽ ഖുറൈശി പ്രമാണിമാർ വല്ലാതെ സ്വാധീനിക്കപ്പെട്ടു. അവർ അള്ളാഹുവല്ലാത്ത മറ്റാരെയും ആരാധിച്ചില്ല. അതുകൊണ്ട് സൂറ അൽ ഫീലിൽ അതിന്റെ വിശദാംശങ്ങളൊന്നും പരാമർശിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആ സംഭവം ഓർമ്മിപ്പിക്കുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ.